ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കാണ്, ജിന്നിനോടുള്ള ഭൗതികമായ സഹായതേട്ടം പോലും ശിർക്കാണ് എന്ന വിഷയത്തിൽ കേരളത്തിലെ മുജാഹിദികൾക്കിടയിൽ തർക്കമുണ്ടായിരുന്നോ? ഈ ജിന്നുവാദം ആരംഭിച്ച കാലത്ത് പോലും, ജിന്നുവാദം തുടങ്ങിയ കാലത്ത് പോലും അങ്ങനെ ഒരു തർക്കമുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നോക്കൂ, ഈ വിഷയത്തിൽ ഇതുപോലെ ഒരു മുഖാമുഖത്തിൽ ഫൈസൽ മുസ്ലിയാരോട് ചോദിച്ച ചോദ്യവും അതിന് അദ്ദേഹം പറയുന്ന മറുപടിയും നമുക്കൊന്ന് കേൾക്കാം. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം, ഇബാദത്തില്ല, ദിവ്യത്വമില്ല, അബോധികത കൽപ്പിക്കുന്നില്ല, ഒന്നുമില്ല. ജബ്ബാർ മൗലി ഇസ്ലാഹിൽ എഴുതിയതുപോലെ ഈ രാത്രിയുടെ എല്ലിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഒരാൾ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ, ഞാൻ പറഞ്ഞല്ലോ മനസ്സിൽ വരുന്ന പ്രാർത്ഥന, നിങ്ങൾ അതൊന്നും വിശദീകരിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരാൾ ചോദിച്ചാൽ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ യാതൊരു അബോധികതയില്ല, ദിവ്യത്വമില്ല, ഒരു വിശ്വാസം, ഇബാദത്തും ഒന്നുമില്ല, ഒരു മനുഷ്യനോട് ചോദിക്കുന്നത് പോലെ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ ഒരു മനുഷ്യനുണ്ടെങ്കിൽ എനിക്ക് വെളിച്ചം തരണേ, എന്നെ സഹായിക്കണേ എന്ന് പറയുന്നു എന്നതുപോലെ ഞാൻ കാണാത്ത അദൃശ്യനായ ജിന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കണേ, എനിക്കൊന്ന് വെളിച്ചം തരണേ. ഈ ചോദ്യം പ്രാർത്ഥനയല്ല, ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതല്ല, ഇസ്തിയാസയല്ല, ഇസ്തിയാനത്ത്, ഒന്നും കൂട്ടണ്ട. ഒരു വിളി, ഒരു ചോദ്യം, അത് ചോദിച്ചാൽ അത് ശിർക്കാണോ അല്ല ഹറാമാണോ, വസീലത്ത് ശിർക്കാണോ, ജായിദാണോ? നിങ്ങൾ അത് പറ. ചോദ്യം കൃത്യമാണല്ലോ. ചോദ്യകർത്താവ് തന്നെ പറയുന്നു ഇത് ഇബാദത്താന്ന് വിചാരിച്ചിട്ടൊന്നല്ല ചെയ്യുന്നത്, ഇത് പ്രാർത്ഥനയാണ് എന്നുള്ള നിലക്കുമല്ല. നേരെ മറിച്ച് നമ്മളുടെ സാധാരണ കാണുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് തേടുന്നത് പോലെ ഇവിടെ ഒരു ജിന്നിനോട് കാണുന്നില്ലെങ്കിലും തേടാണ്, വെളിച്ചം തരണേന്ന് പറയാൻ. അത് എന്താണ് എന്നാണ് ചോദ്യം. ഫൈസൽ മുസ്ലിയാർ പറയുന്ന മറുപടി കേട്ടോളൂ. ഉത്തരം നിങ്ങൾ ചോദ്യത്തിൽ തന്നെ ഉണ്ട്, ചോദ്യത്തിൽ തന്നെ ഉത്തരം വന്നു. ശിർക്ക് വരുന്നത് ദുആ ഉണ്ടാകുന്നിടത്താണ്. ദുആ ഇല്ല നിങ്ങൾ പറഞ്ഞു, അഭൗതികം ഇല്ല എന്ന് പറഞ്ഞു, ഒരു വിശ്വാസവും ഇല്ല. പിന്നെ കളിയാക്കാൻ വിളിച്ചതാണോ, ആളെ പരിഹസിക്കാനാണോ, അതല്ല ഓമലും ചെയ്യാൻ വേണ്ടിയാണോ? അത് പിന്നെ ചോദിക്കുന്ന, അങ്ങനെ വിളിക്കുന്ന ആളെ കിട്ടിയാൽ നമുക്ക് അയാളോട് ചോദിക്കാം. സാധാരണഗതിയിൽ ഒരാളെ ജിന്നെ സഹായിക്കണേ വിളിക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം വരും. കേട്ടില്ലേ ചോദ്യകർത്താവിനുള്ള മറുപടി? ഞാൻ പറയുന്നതിന് മുമ്പ് ഫൈസൽ മുസ്ലിയാർ തന്നെ പറയാണ്, അദ്ദേഹം വിസ്ഡം വിഭാഗത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചോദ്യകർത്താവ്, അദ്ദേഹത്തിന്റെ നേതാവായ ഫൈസൽ മുസ്ലിയാർ പറയുന്നു, സാധാരണഗതിയിൽ ജിന്നിനോട് ജിന്നെ വെളിച്ചം തരണേ എന്ന് പറഞ്ഞാൽ അതിൽ ഇബാദത്ത് വന്നു, അതിൽ പ്രാർത്ഥന വന്നു, അത് ശിർക്കാണ് എന്ന് ഫൈസൽ മുസ്ലിയാർ തന്നെ പറയുന്നു. ഈ പറഞ്ഞതെല്ലാം വരും. സാധാരണഗതിയിൽ ഒരാളെ ജിന്നെ സഹായിക്കണേ വിളിക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം വരും, ഈ പറഞ്ഞതെല്ലാം വരും. ഇന്നേ വരെ നമ്മൾ ഒരാളെ അങ്ങനെ വിളിക്കുന്ന ആളെ കിട്ടിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ അയാളോട് ചോദിക്കാം, എന്റെ സുഹൃത്ത് നീ വിളിക്കാൻ കാരണം. വിളിക്കുന്ന ആളെ കിട്ടിയിട്ടില്ലെങ്കിലും അങ്ങനെ വിളിച്ചാ ശിർക്കല്ല എന്ന് പറയുന്ന ആളെ കിട്ടിയല്ലോ. ചോദ്യകർത്താവിനെ നിങ്ങൾ എല്ലാവരും കണ്ടു, അദ്ദേഹം അത് പറഞ്ഞതും കേട്ടു. മരുഭൂമിയിൽ ഞാൻ കുടുങ്ങി, എൻ്റെ വണ്ടി താഴ്ന്നു പോയി, അങ്ങനെയുള്ള സമയത്ത് അള്ളാനെ വിളിച്ചു, എന്നിട്ട് പിന്നെ ഞാൻ ആ മുസ്ലിമായ മുവഹിദായ ജിന്നിനെ വിളിച്ചാൽ എങ്ങനെ ശിർക്കാവും എന്ന് ചോദിച്ച ആളെ ജീവനോടെ നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ വിളിക്കരുത് എന്നാണ് എല്ലാവരും പറയുന്നത് എങ്കിലും അങ്ങനെ വിളിച്ചാൽ ശിർക്കാവില്ല എന്ന് ഉദാഹരണത്തോടു കൂടി പറയുന്ന ആളുകൾ നമ്മളുടെ മുമ്പിലുണ്ട്. ഇനിയും നോക്കൂ ഫൈസൽ മുസ്ലിയാർ പറയുന്നത്. ഞാൻ പറഞ്ഞു ജിന്നിനെ പരിഹസിക്കാൻ വിളിച്ചതാണ്, പിന്നെ മൂസക്കും തർക്കമില്ല, ഓൻ പോണേക്ക് പോട്ടെ നിൽക്കാം. ചിലപ്പോൾ മനസ്സിലാകും ഓൻ തലക്ക് സുഖമില്ലാത്ത ആളാണ്, അപ്പോഴും നമ്മൾ ഓനെ കാര്യത്തിൽ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇന്നേ വരെ അങ്ങനെ വിളിക്കുന്ന ഒരാളെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഒരു വിശ്വാസവും ഇല്ലാതെ, ഒരു അബൗദികം കേൾപ്പിക്കാതെ, ഒരു ദുആയും ഇല്ലാതെ വെറുതെ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ജിന്നെ വിളിക്കുന്ന ഏർപ്പാട് നമ്മളാരും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ ഓനോട് ചോദിക്കുക, സുഹൃത്ത് എന്താ ഏത് അടിസ്ഥാനത്തിലാണ് ചോദിച്ചത്? അപ്പൊ ഓൻ നമുക്ക് വിധി പറയാം. ഓൻ തലക്ക് സുഖമില്ലെങ്കിൽ മത നിയമങ്ങൾ ഓന് ബാധകമല്ല. ആളെ കുതിരാക്കാൻ വിളിച്ചതാണെങ്കിൽ മനുഷ്യനോടാണെങ്കിൽ ചിലപ്പോൾ ഒന്നും കിട്ടും, മൂന്നക്ക് ജിന്നാകുമ്പോൾ ചിലപ്പോൾ ഓൻ ചിലപ്പോൾ കേട്ട മാതിരി പോയിക്കൂടായില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരുത്തൻ ചോദിക്കുന്ന ഒരാൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓനോടേ പറയേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും അത് ചോദിക്കുകയാണെങ്കിൽ, വിളിക്കുകയാണെങ്കിൽ, ഇതൊന്നും ഇല്ലെങ്കിൽ എന്തിനത്ര എടുങ്ങാതെ നമ്മൾ ഉണ്ടാക്കുന്നത്? സാധാരണഗതിയിൽ ഒരു ജിന്നെ സഹായിക്കുന്ന ഒരുത്തൻ പറയുമ്പോൾ ഓൻ്റെ ഉള്ളിൽ ഇതെല്ലാം വരും. ഇനി ഫൈസൽ മുസ്ലിയാർ പറയുന്ന ഒരു ഉദാഹരണം ഉണ്ട്, അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ വിശ്വാസമൊക്കെ വരും, ഇല്ലാത്ത ചോദ്യം ഉണ്ടാവില്ല. സാധാരണഗതിയിൽ ഒരു ജിന്നെ സഹായിക്കുന്ന ഒരുത്തൻ പറയുമ്പോൾ ഓൻ്റെ ഉള്ളിൽ ഇതെല്ലാം വരും. ഈ വിശ്വാസമൊക്കെ വരും, ഇല്ലാത്ത ചോദ്യം ഉണ്ടാവില്ല. നിങ്ങൾ ഇനി അതാഴ്ച ഒരു മനുഷ്യനോട് ചോദിക്കുമ്പോഴും, ഒരു മനുഷ്യൻ ഇപ്പൊ മൂസനെടുത്ത് വരിക, എനിക്ക് 14 രൂപ വായ്പാണ്, ഇതിന് വരുമ്പോഴും എൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടല്ലോ, മൂസ തരാതെക്കൂല, അത് പരിഗണിക്കാതിരിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിട്ടല്ലേ വരുന്നത്. അല്ല വെറുതെ ആളെ കുതിരാക്കാൻ വേണ്ടി വരികയാണെങ്കിലോ, എന്താ മോനെ നിങ്ങൾ ആളെ കളിയാക്കാതെ ചോദിക്കുള്ളൂ.
അപ്പൊ സാധാരണഗതിയിൽ ജിന്നെ സഹായിക്കണമെന്ന് ഒരാൾ കുടുങ്ങുമ്പോ പറയുന്നുണ്ടെങ്കിൽ, നീ ഇരുട്ടത്ത് തപ്പണമെന്നില്ല, പകൽ വെളിച്ചത്തിലായാലും ഒരുത്തൻ പറയുന്നുണ്ടെങ്കിൽ ഓന്റെ ഉള്ളിൽ ജിന്നിനെ കുറിച്ചുള്ള ഒരു ധാരണ വിശ്വാസം ഉണ്ട്. ഞാൻ വിളിച്ചാൽ വരും, ഞാൻ വിളിച്ചാൽ കിട്ടും, ഞാൻ വിളിച്ചാൽ സഹായിക്കും, ഞാൻ വിളിച്ചോടത്ത് വലത്തും എന്ന വിശ്വാസം ഉണ്ട്. അവിടെ ശിർക്ക് വന്നു. കേട്ടോ, എത്ര കൃത്യാണ്. സാധാരണഗതിയിൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇസ്തിആനത്ത് നടത്തിയാൽ രാത്രിയുടെ ഇരുളിലെ പകൽ വെളിച്ചത്തിൽ ജിന്നെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ആ പറയുമ്പോൾ അവന്റെ മനസ്സിൽ ജിന്ന് കേൾക്കും, ജിന്നതറിയും, ജിന്നെന്നെ സഹായിക്കും എന്ന വിശ്വാസമുണ്ട്. അങ്ങനെ ഇല്ലാതെ ഒരാളും വിളിക്കൂല. അവിടെ ശിർക്ക് വന്നു എന്ന് പറയുന്നതാരാ? ചോദ്യകർത്താവ് അദ്ദേഹത്തിന്റെ വലിയ പണ്ഡിതനായി അംഗീകരിക്കുന്ന, സമസ്തയിലേക്ക് പോയപ്പോൾ ഫൈസലിന് വിവരമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം വിവരമുണ്ട് എന്ന് അംഗീകരിക്കുന്ന അദ്ദേഹത്തിന്റെ പണ്ഡിതനാണ് പറയുന്നത്. അങ്ങനെ തേടിയാൽ ആ തേട്ടത്തിൽ ശിർക്ക് വന്നു. ഓന്റെ ഉള്ളിൽ ജിന്നിനെ കുറിച്ചുള്ള ഒരു ധാരണ വിശ്വാസം ഉണ്ട്. ഞാൻ വിളിച്ചാൽ വരും, ഞാൻ വിളിച്ചാൽ കിട്ടും, ഞാൻ വിളിച്ചാൽ സഹായിക്കും, ഞാൻ വിളിച്ചോടത്ത് വലത്തും എന്ന വിശ്വാസം ഉണ്ട്. അവിടെ ശിർക്ക് വന്നു. അതൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഇതുമില്ല, അങ്ങനെ ഒരാൾ വിളിക്കൂല. അങ്ങനെ ഒരാൾ വിളിക്കൂല.